ഒരു മനുഷ്യൻ മരിച്ചിട്ട് ഇത്ര വർഷമായിട്ടും അവൻ്റെ പേര് കേൾക്കുമ്പോൾ ലോകം ഇപ്പോഴും നിശബ്ദമാകുന്നത് എന്തുകൊണ്ടാണ്? അവനൊരു രാഷ്ട്രത്തലവനല്ല, യുദ്ധനായകനല്ല, ചരിത്ര പുസ്തകങ്ങളിൽ വീരനായി എഴുതപ്പെടേണ്ട ആളുമല്ല. അവൻ്റെ പേരാണ് ജെഫ്രി എപ്സ്റ്റീൻ. അവൻ മരിച്ച ദിവസം ഒരു കേസും അവസാനിച്ചില്ല, ഒരു ചോദ്യത്തിനും ഉത്തരവുണ്ടായില്ല. കാരണം ഇതൊരാളുടെ കഥയല്ലായിരുന്നു, ഇതൊരു സിസ്റ്റത്തിൻ്റെ കഥയായിരുന്നു. എപ്സ്റ്റീൻ പുറത്തു പറഞ്ഞത് താനൊരു സാമ്പത്തിക വിദഗ്ധനാണ് എന്ന നിലയിലായിരുന്നു. വലിയ ആളുകളുടെ പണം കൈകാര്യം ചെയ്യുന്ന ഒരാൾ. പക്ഷേ അവൻ്റെ പണത്തിൻ്റെ ഉറവിടം ഒരിക്കലും വ്യക്തമായിരുന്നില്ല. അറിയപ്പെടുന്ന കമ്പനികളില്ല, പരസ്യമായ ക്ലയൻറ്റുകളില്ല, ഒരു സാധാരണ ബിസിനസ് ജീവിതത്തിൻ്റെ ഒരടയാളവുമില്ല. എന്നിട്ടും അവന് സ്വന്തമായി സ്വകാര്യ വിമാനങ്ങളുണ്ടായിരുന്നു. ന്യൂയോർക്കിൽ ആഡംബര വീടുണ്ടായിരുന്നു. ഫ്ലോറിഡയിൽ കൊട്ടാരം പോലെ ഒരു മാളികയുണ്ടായിരുന്നു. കരീബിയൻ കടലിൽ സ്വന്തമായി ഒരു ദ്വീപുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. ഇത്രയൊക്കെ അധികാരം പണം കൊണ്ട് മാത്രം കിട്ടുമോ? എപ്സ്റ്റീൻ പണം കൈകാര്യം ചെയ്തില്ല, പ്രവേശനം കൈകാര്യം ചെയ്തു. ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കുണ്ട്. രാഷ്ട്രീയക്കാർ, കോടീശ്വരന്മാർ, രാജകുടുംബങ്ങളുമായി ബന്ധമുള്ളവർ. എപ്സ്റ്റീൻ അവിടെ അതിഥിയായിരുന്നില്ല, അവർക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നവനായിരുന്നു. അവൻ്റെ അടുത്തേക്ക് വന്നവരോട് അവൻ പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്: ഇവിടെ നിങ്ങളെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല. സ്വകാര്യത, ആഡംബരം, നിയമമില്ലാത്ത അവസ്ഥ, അധികാരമുള്ള മനുഷ്യർക്ക് ഇവയാണ് ഏറ്റവും അപകടകരമായ ലഹരി. അവൻ ആളുകളെ പിടിച്ചത് വളരെ തന്ത്രപൂർവമാണ്. അവരുടെ അഹംഭാവത്തെ അവൻ തന്ത്രപൂർവ്വം തഴുകി ഉണർത്തി. നിങ്ങളൊരു പ്രത്യേക വ്യക്തിയാണ്. സാധാരണ നിയമങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതല്ല. ഇത്തരത്തിൽ സംസാരിച്ച് അവരെ മാനിപ്പുലേറ്റ് ചെയ്തു. പിന്നീട് ഈ ആളുകളെ അവൻ വേർതിരിച്ച് കണ്ടെത്തി. സ്വകാര്യ വിമാനം, പുറത്തേക്ക് ബന്ധമില്ലാത്ത ഇടങ്ങൾ, ഫോണില്ല, സാക്ഷികളില്ല, അതിർത്തി കടക്കൽ, പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടികൾ. ഇതെല്ലാം വളരെ ഉദ്ദേശപൂർവം തന്നെയായിരുന്നു. കാരണം എപ്സ്റ്റീന് അറിയാം, മുതിർന്നവരുടെ വിവാദം വളരെ പെട്ടെന്ന് കെട്ടടങ്ങും, പക്ഷേ ബാലപീഡനം പെട്ടെന്ന് കെട്ടടങ്ങില്ല. ഇവിടെ നിന്നാണ് അവൻ്റെ അതിഥികളുമായുള്ള ബന്ധത്തിൻ്റെ സ്വഭാവം മാറുന്നത്. അതിഥിയായി പറന്നിറങ്ങിയ ഒരാൾ അകപ്പെട്ടവനായി തിരികെ പറക്കും. പിന്നീട് എപ്സ്റ്റീന് ഉത്തരവിടേണ്ട ആവശ്യം വരാറില്ല. അവൻ്റെ മൗനം തന്നെ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പര്യാപ്തമാണ്. ഈ കുറ്റകൃത്യങ്ങൾക്ക് അവനൊരു പ്രത്യേക ഇടവും ഉണ്ടായിരുന്നു: അവൻ്റെ സ്വകാര്യ ദ്വീപ്. എന്തിനാണ് ദ്വീപ്? അവിടേക്ക് പോലീസിന് എളുപ്പത്തിൽ എത്താൻ കഴിയില്ല. അവിടെ ഉള്ളവർക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. നിയമപരമായി പല അവ്യക്തതയുമുള്ള ഒരു പ്രദേശമായിരുന്നു ഈ ദ്വീപ്. അവിടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ പിന്നീട് പറഞ്ഞത് നോ എന്ന് പറയാൻ അവസരങ്ങൾ പോലുമില്ലായിരുന്നു എന്നാണ്. ഇതൊരു വിനോദ കേന്ദ്രമല്ല, നിയന്ത്രിതമായ പീഡന കേന്ദ്രം. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്: എപ്സ്റ്റീൻ്റെ സ്വകാര്യ വിമാനം, ലൊലീറ്റ എക്സ്പ്രസ്. ഈ വിമാനത്തിൽ ആരൊക്കെ എത്ര തവണ എവിടേക്കൊക്കെ യാത്ര ചെയ്തു എന്നതിൻ്റെ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുന്നുണ്ട്. ഇവയാണ് പിന്നീട് എപ്സ്റ്റീൻ ഫയൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ മറ്റൊരു കാര്യത്തിന് വ്യക്തത വരുത്താം. ഫയലിൽ ഒരാളുടെ പേരുണ്ട് എന്നത് കുറ്റം ചെയ്തു എന്നത് അർത്ഥമാക്കുന്നില്ല. പക്ഷേ ഒരേ പേര് വീണ്ടും വീണ്ടും ഒരേ ഇടങ്ങളിൽ വരുന്നത് ചോദ്യങ്ങൾ ഉയർത്തുക സ്വാഭാവികമാണ്. ഇതിനെയാണ് ലോകം ഭയക്കുന്നത്. ഇവിടെ പലരും ചോദിക്കുന്ന ഒരു പേരുണ്ട്: ഡൊണാൾഡ് ട്രംപ്. 1990-കളിൽ ട്രംപും എപ്സ്റ്റീനും
ഒരേ സോഷ്യൽ സർക്കിളുകളിൽ ഉണ്ടായിരുന്നതായി തെളിവുകളുണ്ട്. ഫോട്ടോകൾ, വിരുന്ന് സൽക്കാരങ്ങൾ, അങ്ങനെ അനവധി. പക്ഷെ ട്രംപിനെതിരായി കോടതി വിധികളില്ല. ഒരു കുറ്റവും തെളിഞ്ഞിട്ടില്ല. നമുക്ക് ബന്ധം പറയാം, പക്ഷേ വിധി പറയാൻ നമ്മൾ ആരുമല്ല. ഈ കുറ്റകൃത്യത്തിൽ എപ്സ്റ്റീൻ ഒറ്റയ്ക്കായിരുന്നില്ല. അവൻ്റെ ഒപ്പം ഒരു സഹായി ഉണ്ടായിരുന്നു, ഗിസലൈൻ മാക്സ്വെൽ. അവളുടെ ജോലി പെൺകുട്ടികളെ കണ്ടെത്തുക, അവരുടെ വിശ്വാസം നേടിയെടുക്കുക, എപ്സ്റ്റീൻ്റെ ലോകത്തേക്ക് അവരെ എത്തിക്കുക, ഇതൊക്കെയായിരുന്നു. 2008 എപ്സ്റ്റീൻ പിടിക്കപ്പെട്ടു. കുറ്റങ്ങൾ വ്യക്തമായിരുന്നു, എന്നിട്ടും ശിക്ഷ വളരെ കുറവായിരുന്നു. ജയിലിളവുകൾ, ഇരകളെ മൗനത്തിലാക്കൽ. എന്തുകൊണ്ട്? കാരണം അവനെ ചവിട്ടിയാൽ പലരും വീഴുമെന്ന് സിസ്റ്റത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. ഇത് നിയമത്തിൻ്റെ പരാജയമല്ല, നിയമത്തിൻ്റെ ഭയമാണ്. 2019 എപ്സ്റ്റീൻ വീണ്ടും അറസ്റ്റിലായി. അതീവ സുരക്ഷയുള്ള ജയിൽ, 24 മണിക്കൂറും ആത്മഹത്യാ നിരീക്ഷണം. എങ്കിലും അയാൾ മരിച്ചു. ക്യാമറകൾ പ്രവർത്തിച്ചില്ല, ഗാർഡുകൾ ഉറങ്ങിപ്പോയി. സർക്കാർ പറഞ്ഞു ആത്മഹത്യ. ലോകം ചോദിച്ചു, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ചെങ്ങനെ നടന്നു? എപ്സ്റ്റീൻ മരിച്ചു, പക്ഷേ ആ ഫയലുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. ജെഫ്രി എപ്സ്റ്റീൻ ഒരു പിശാചായിരുന്നു. ഒരുപക്ഷെ അവൻ ഒരു പിശാചായിരിക്കില്ല. അവനൊരു കണ്ണാടിയാണ്, അധികാര ലോകത്തിൻ്റെ കണ്ണാടി. ഈ കഥ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വലിയ കുറ്റങ്ങൾ എല്ലായ്പ്പോഴും വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കണമെന്നില്ല. അത് നിശബ്ദമായി സമൂഹത്തിലേക്ക് വിഷം പോലെ പതിയെ കയറിക്കൊണ്ടിരിക്കും. ഇനി ഒരു വാർത്ത കാണുമ്പോൾ, ഒരു വലിയ പേര് എളുപ്പത്തിൽ രക്ഷപ്പെടുമ്പോൾ, ഒരു കേസ് വളരെ പെട്ടെന്ന് ക്ലോസ് ചെയ്യപ്പെടുമ്പോൾ, നമ്മൾ സ്വയം ചോദിക്കണം, ഇതിന് കാരണം സത്യമാണോ അതോ ആരുടെയെങ്കിലും ഫയലാണോ? എപ്സ്റ്റീൻ ഫയൽ ഒരു മനുഷ്യൻ്റെ കഥയല്ല, ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.